സെവൻത് സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ വിവേചനത്തിനെതിരെ. ആരാണ് ബൂവറുകൾ? യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ നെതർലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് ബൂവറുകൾ. കൃഷിക്കാരൻ എന്നാണ് ബൂവർ എന്ന ഡച്ച് പദത്തിൻ്റെ അർത്ഥം. പിൽക്കാലത്ത് ഈ ജനവിഭാഗങ്ങൾ ആഫ്രിക്കാനർ എന്നും ഇവരുടെ ഭാഷ അതുപോലെ സംസ്കാരം ആഫ്രിക്കാൻസ് എന്നും അറിയപ്പെട്ടു. ഡച്ചുകാരിൽ നിന്ന് കേപ്പ് കോളനി പിടിച്ചെടുത്ത ബ്രിട്ടൻ ആ പ്രദേശത്ത് ചില നയങ്ങൾ നടപ്പിലാക്കി. ഡച്ച് ഭാഷയ്ക്ക് ഉപരോധമേർപ്പെടുത്തി ഇംഗ്ലീഷ് കേപ്പ് കോളനിയിലെ ഏക ഭാഷയാക്കി. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ബ്രിട്ടൻ തങ്ങളുടെ കോളനികളിൽ അടിമത്തം നിരോധിച്ചു. അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ബൂവറുകളെ ഇത് പ്രതികൂലമായി ബാധിച്ചു. ബ്രിട്ടൻ നടപ്പിലാക്കിയ ഇത്തരം നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കേപ്പ് കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ബൂവറുകൾ നടത്തിയ പലായനം ഗ്രേറ്റ് ട്രക്ക് എന്നറിയപ്പെട്ടു. ഗ്രേറ്റ് ട്രക്കിനെ തുടർന്ന് ബൂവറുകൾ ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൾ എന്നിവിടങ്ങളിൽ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു. ഒന്നാം ബൂവർ യുദ്ധം. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് ഭരണം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടൻ ബൂവറുകളിൽ നിന്ന് ട്രാൻസ്വാൾ പിടിച്ചെടുത്തു. ഇതോടെ ഒന്നാം ബൂവർ യുദ്ധം ആരംഭിച്ചു. 1880-81 ഒന്നാം ബൂവർ യുദ്ധത്തിൻ്റെ കാലഘട്ടം. ഈ യുദ്ധത്തിൽ ബൂവറുകൾ വിജയിക്കുകയും ട്രാൻസ്വാളും സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുകയും ചെയ്തു. രണ്ടാം ബൂവർ യുദ്ധം. സ്വർണ്ണഖനികളിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങൾ രണ്ടാം ബൂവർ യുദ്ധത്തിലേക്ക് നയിച്ചു. ബൂവർ ഭരണാധികാരികൾ ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തി. ഖനികളിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് ബ്രിട്ടൻ വോട്ടവകാശം ആവശ്യപ്പെട്ടു. റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ ഈ ആവശ്യം നിരസിച്ചതോടെ ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വിനാശകരമായ സായുധ പോരാട്ടമായ രണ്ടാം ബൂവർ യുദ്ധം തുടങ്ങി. 1889-1902 രണ്ടാം ബൂവർ യുദ്ധത്തിൻ്റെ കാലഘട്ടം. വെരിനിംഗിങ് സന്ധി അനുസരിച്ച് ബൂവറുകൾ ബ്രിട്ടൻ്റെ പരമാധികാരം അംഗീകരിച്ചു. കൂടുതൽ SAT വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ്